പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, യേശുവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയിൽ ദാ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതുപോലെ നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരണം ഈശോ നമ്മളെ വ്യക്തിപരമായി അറിയുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ തെരഞ്ഞെടുപ്പ്. നമുക്കൊരുമിച്ച് ദൈവരാജ്യ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കാം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളൊന്ന് അടച്ചേ. എന്നിട്ട് ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ഉള്ളിലുള്ള എല്ലാ അനുഭവങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ഭാരങ്ങളും സമർപ്പിച്ച് നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഒരു സ്തുതിപ്പായി സമർപ്പിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. ആത്മാവിൽ ഞങ്ങൾ ബലപ്പെടണം, ജ്വലിപ്പിക്കപ്പെടണം. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ഇടപെടണം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കൈയടിച്ച് സന്തോഷത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവെ, ശക്തി, ബലം, അഭിഷേകം നൽകണമേ. ചേർന്ന് കൈയടിച്ച് പാടിക്കേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം. കൈയടിച്ച് ചേർന്ന് പാടി. പരിശുദ്ധാത്മാവേ ശക്തി, ശക്തി പകർന്നിടണേ. ചേർന്ന് പാടാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ശക്തി, ശക്തി, ശക്തി പകർന്നിടണേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഒരു പുതിയ അഭിഷേകം നൽകി, ഒരു പുതിയ ശക്തി നൽകി ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ പരിശുദ്ധാത്മ ശക്തിയാൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിന് ബലം, ഞങ്ങളുടെ മനസ്സിന് ബലം, ആത്മീയ മേഖലകളിൽ അഭിഷേകം നൽകി ജ്വലിപ്പിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ശക്തി, ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ എന്താ പാടിയെന്നറിയോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി. ഈ ശുശ്രൂഷ സമയം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിയുന്ന അഭിഷേക ശുശ്രൂഷയാണ്. സന്തോഷത്തോടെ കൈകളൊക്കെ കൂപ്പിക്കൊണ്ടെന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഈ അഭിഷേകത്തിന്റെ നിറവ് പങ്കുവെച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അനുഭവിക്കണം. അപ്പോൾ പലപ്പോഴുമുള്ള ഒരു സംശയമെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ചില പ്രായോഗിക വഴികൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് നോട്ട് ബുക്കിലൊക്കെ ഈ വചനങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം, ബൈബിൾ എടുക്കണം. നമുക്ക് ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു 10 വഴികൾ, കുഞ്ഞു 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 വചനങ്ങൾ, പക്ഷേ 10 വഴികൾ. ഓരോ വചനത്തിലും ഓരോ കാര്യം നമ്മൾ ചെയ്യണം. ഈ കാര്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ, ശക്തി പ്രാപിക്കാൻ പറ്റുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനുള്ള ഒന്നാമത്തെ വഴി സെൻറ്റ് ജോൺസ് ഗോസ്പൽ, യോഹന്നാൻ്റെ സുവിശേഷം
7-ാം അധ്യായം അതിൻ്റെ 37-ാം തിരുവചനം. നമുക്ക് വളരെ പരിചിതമായ ഒരു ദൈവവചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം, സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 37 and 38, 37, 38 നമുക്ക് ഒരുമിച്ച് വായിക്കാം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റു നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ജീവജലം എന്ന് പറഞ്ഞാൽ ലിവിങ് വാറ്റർ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ്. ആർക്കാണ് ജീവജലം ലഭിക്കുന്നത്? ദാഹിക്കുന്നവർക്ക്. ദാഹം, തേഴ്സ്റ്റ് ഫോർ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് ഒന്നാമത്തെ ക്വാളിറ്റിയാണ്. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം എന്ത് വേണം? അതിനു വേണ്ടി ഒരു ദാഹം ഉണ്ടായിരിക്കണം. ഉണക്കദാഹമല്ല, നല്ല ദാഹം ഉണ്ടാവണം. പരിശുദ്ധാത്മാവേ 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 എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ഇതിനു വേണ്ടി ആഗ്രഹിക്കണം, ദാഹിക്കണം. അതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ വഴി വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. യാക്കോബ് ശ്ലീഹ വളരെ കൃത്യമായി നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് പറയുന്നത്. 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. എളിമയുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന്. എന്ത് വേണം? എളിമ, ഹ്യൂമിലിറ്റി. നമുക്ക് എളിമയുണ്ടോ? ആവശ്യമുള്ള കാര്യത്തിനൊന്നും നമുക്ക് എളിമയില്ല, അല്ലേ പ്രിയപ്പെട്ടവരെ? എളിമപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. എളിമപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ എളിമപ്പെടാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും ഉള്ള പ്രാർത്ഥനാ രീതിയൊക്കെ ഒന്ന് ചിന്തിച്ചേ, അല്ലേ? തമ്പുരാൻ്റെ മുമ്പിൽ എളിമപ്പെട്ടാൽ നമുക്കുണ്ടല്ലോ ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റുമെന്ന്. പലപ്പോഴും ദേവാലയത്തിലെത്തുമ്പോൾ, ധ്യാനകേന്ദ്രത്തിലെത്തുമ്പോൾ, പ്രാർത്ഥനാ കാര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും എളിമപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലേ? പുറമേയൊക്കെ ഒരു കുഴപ്പമില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും ബീവറേജസിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് കാത്തു നിന്നോളൂ, ഒരു ക്ഷീണവും ഇല്ല. നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? തിരുനാളൊക്കെ വരുമ്പോൾ ശിങ്കാരിമേളം, ചെണ്ടകൊട്ടിൻ്റെ മുമ്പിൽ കിടന്ന് ഉടുത്തിരിക്കുന്ന തുണി വരെ താഴ്ത്ത് പറിച്ച് തലയെ കെട്ടി തലയും കുത്തി മറിഞ്ഞ് ആഘോഷിക്കും. പക്ഷേ പള്ളിയിൽ വന്നാൽ കൈ കൂപ്പാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ട്, കൈ ഉയർത്താൻ പറഞ്ഞാൽ ബുദ്ധിമുട്ട്, ഈശോ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ ചോദ്യങ്ങൾ പലതായി. എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. എളിമപ്പെടാൻ പലപ്പോഴും സത്യക്രിസ്ത്യാനിക്ക് ഒരല്പം മടിയില്ലേ? വചനം പറയുന്നു, നീ എളിമപ്പെട്ടാൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാം. അപ്പം നമുക്ക് വേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ലൂക്കാസ് വിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനമാണ്. വചനത്തിൽ കൃത്യമായി നമ്മളെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തിനു വേണ്ടി ചോദിക്കണം? എന്തിനു വേണ്ടി മുട്ടണം? എന്തിനു വേണ്ടി അന്വേഷിക്കണം? വചനം വായിച്ചു വരുമ്പോൾ 13-ാമത്തെ വചനം പറയുന്നു, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. എന്തിനു വേണ്ടി ചോദിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം. ഒരു ധ്യാന അവസരത്തിലോ ഒരു ശുശ്രൂഷ അവസരത്തിലോ മാത്രം ചോദിച്ചാൽ പോരാ. ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് ഫോർമേഷൻ. കൃത്യമായിട്ട് അതിൻ്റെ ബൈബിളിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഗോയിങ് ഓൺ ആസ്കിങ്, ചോദിച്ചുകൊണ്ടേയിരിക്കണം. ജീവിത അവസാനം വരെ ഈ വലിയ ആഗ്രഹം ഉള്ളിലുണ്ടാവണം. പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ജോൺ പോൾ 2 മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു കുഞ്ഞു പ്രാർത്ഥനയുണ്ട്. കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. എന്നുള്ളതുപോലെ എൻ്റെ പ്രിയരെ, എന്നും എപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി വലിയ ഒരു ദാഹം ചോദിക്കണം,
അന്വേഷിക്കണം, മുട്ടണം. ആർക്ക് വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനുള്ള 4ാമത്തെ വഴി അത് സങ്കീർത്തനം അതിൻ്റെ 51 അധ്യായം 10 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 51 വേഴ്സ് 10. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഒരു നവചൈതന്യം എൻ്റെ ഉള്ളിൽ വേണമെന്ന്. ഹോളി സ്പിരിറ്റിന് എനിക്ക് വേണം. അതിനെന്ത് വേണം? നിർമ്മലമായ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കുമ്പസാരിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച് മുന്നോട്ട് നീങ്ങാൻ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. കുമ്പസാരിച്ച് നിർമ്മലമായ ഒരവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അടുത്തതായി വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന മറ്റൊരു വഴി അത് അപ്പസ്തോല പ്രവർത്തനം 1 അധ്യായം 14 തിരുവചനമാണ്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 14. അവിടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പസ്തോല പ്രവർത്തനം 1:14 വചനം ഇങ്ങനെയാണ്: ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഏകമനസ്സായിരുന്നു. അവരുടെ ഇടയിൽ വിഭജനം ഉണ്ടായിരുന്നില്ല. നീ ഏത് രാജ്യത്തു നിന്ന് വന്നവനാണ്, നീ ഏത് മതത്തിൽ നിന്ന് വന്നവനാണ്, നിൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ്, നിൻ്റെ രൂപത ഏതാണ്, നീ ഏത് റീത്തിൽപ്പെട്ടതാണ് എന്നിങ്ങനെ ചോദ്യം ചെയ്യലൊന്നും ഇല്ലായിരുന്നെന്ന്. അവരേക മനസ്സോടുകൂടിയായിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ഉള്ളിൽ വിഭജനം ഉണ്ടോ? ഐക്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എവിടെ ഐക്യമുണ്ടോ അവിടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും വെറുപ്പ്, വിരോധം, വിദ്വേഷം ഉണ്ടെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിക്കാനുമുള്ള ഒരു കരുത്ത് ഈ ശുശ്രൂഷ അവസരത്തിൽ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു വഴിയാണ് ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതും ഈ ഏക മനസ്സാണ്. ഒരേ മനസ്സോടെ ഹൃദയത്തോടെ അവർ പ്രാർത്ഥിച്ചു. വീണ്ടും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ 6ാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വഴി അത് റോമാക്കാർക്കെഴുതിയ ലേഖനം 5 അധ്യായം 5 തിരുവചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5 വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ സ്നേഹം അനുഭവിക്കണം. ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. എന്താണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം ഉണ്ടോ? നമ്മുടെ സ്നേഹം എങ്ങനത്തതാ? എനിക്കെന്ത് കിട്ടും, ഞാൻ ഇയാളെ സ്നേഹിച്ചാൽ എനിക്കെന്ത് മെച്ചം? പ്രിയപ്പെട്ടവരെ, അത് കച്ചവടമാണ്. നമ്മുടെ വീട്ടിലും ബന്ധങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അപകടമാണ്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ പറ്റിയാൽ അതാണ് പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്നേഹവലയം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. യേശു നമ്മളെ പഠിപ്പിച്ച സ്നേഹപാഠമാണ് ഇതാ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നീ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. അവർ ഏതൊക്കെ തരത്തിൽ നമ്മളോട് പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ടെന്ന്. അവർ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, വിഷമിപ്പിച്ചോട്ടെ. അതിനെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യാനും അതേ രീതിയിൽ അവരോട് പ്രതികരിക്കാനും പോകരുത്. മറിച്ച് ഈശോയുടെ സ്നേഹം എന്താ അതിൻ്റെ പ്രത്യേകത? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ അത് ആരംഭിക്കാം. അങ്ങനെ ആരംഭിച്ചാൽ അതിൻ്റെ അനുഗ്രഹം വളരെ വലുതായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള വഴികളിൽ നമ്മൾ പഠിച്ച 6ാമത്തെ വഴിയാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. 7ാമത്തെ വഴി അത് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 8 അധ്യായം അതിൻ്റെ 26 തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 26. 8 അധ്യായം 26 തിരുവചനം.
നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. വചനം പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? പരിശുദ്ധാത്മാവ് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. നമുക്കെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടല്ലോ. പക്ഷെ വിഷമിക്കണ്ട, പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിനോട് ഒരു വലിയ ഐക്യം, പരിശുദ്ധാത്മാവിനോട് വലിയ സ്നേഹമുണ്ടോ, പ്രാർത്ഥനാ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനാ കാര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്കെന്ത് സംഭവിക്കും? മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെങ്ങനെയാണ് എന്നെ കാണുന്നത്, അല്ലേ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ രീതി അങ്ങനെയല്ലേ? ഇതാ വചനം പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ നോക്കിക്കൊണ്ടല്ല നിന്റെ പ്രാർത്ഥനാ രീതി നീ മെച്ചപ്പെടുത്തേണ്ടത്, മറിച്ച് നീ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ബലമുണ്ടാവട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 8-ാമത്തെ വചനഭാഗം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. വളരെ സുന്ദരമായ ഒരു കാര്യം പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 16, 16-ാം തിരുവചനം. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ആത്മാവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മൂവ് ചെയ്തോണോ? പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. അങ്ങനെയാ പരിശുദ്ധ അമ്മ ജീവിച്ചേ. നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടണോ? ശരീരം പറയുന്നത്, ഈ ശരീരം പറയുന്നതല്ല അനുസരിക്കേണ്ടത്, മറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിച്ച് ജീവിക്കാനുള്ള വലിയ തീരുമാനം. 9-ാമതായിട്ട് ഇതാ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പൗലോസ് ശ്ലീഹ മറ്റൊരു പ്രധാനപ്പെട്ട വഴി തുറന്നിരിക്കുകയാണ്. അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ഫസ്റ്റ് ലെറ്റർ ചാപ്റ്റർ 3 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. എന്നിട്ട് വചനം ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ആ ആലയം നിങ്ങൾ തന്നെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ അംഗീകരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 10-ാമതായിട്ട് തിരുവചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനമാണ്. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17, 17-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പ്രിയപ്പെട്ടവരെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതാണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നത് പത്രോസ് ശ്ലീഹ ജയിലിൽ കടന്നപ്പോഴൊക്കെ അനുഭവിച്ചതുണ്ടല്ലോ. ഈ വലിയ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഈ പറഞ്ഞ ഓരോ വചനഭാഗങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനോടുള്ള ഈ സ്നേഹബന്ധം വർദ്ധിപ്പിച്ചാൽ ജീവിതത്തിൻ്റെ ഗതി മാറും. ശ്രദ്ധിച്ചേ, ഏതെങ്കിലും വിഷയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവരാണോ, അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവരാണോ, സംശയിച്ചിരിക്കുന്നവരാണോ, വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് ജീവിതഗതി മാറ്റും. പ്രിയപ്പെട്ടവരെ, ആരാധന സമയമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ നമ്മുടെ അനുദിന ജീവിത യാത്ര സുഗമമാകുമെന്ന് വചനത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങാൻ നമ്മുടെ സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ ആവശ്യമാണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം. പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ജീവിതത്തിലെല്ലാം തികയും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ നിറയണം. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാ അഭിഷേകം നമ്മുടെ ജീവിത വഴികളെ അത്ഭുതകരമായിട്ട് വിശുദ്ധീകരിക്കും. ആഗ്രഹിക്കണം, ചേർന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ മേൽ വെളിപ്പെട്ട അതേ അഭിഷേകം ഞങ്ങളുടെ മേലും വെളിപ്പെടട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വചനത്തിൽ വെളിപ്പെട്ട അതേ അഭിഷേകം ഞങ്ങളിലും വെളിപ്പെടട്ടെ. ഓ സ്വർഗ കനലെ, ഓ സ്വർഗ ശക്തിയെ ഞങ്ങളിലും വെളിപ്പെടട്ടെ. പുറപ്പാട് യാത്രയിൽ ഇസ്രായേൽ ജനത്തെ കരം പിടിച്ചു നടത്തിയ പരിശുദ്ധാത്മാവ്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാം തിരുവചനം, അവിടുന്ന് ഒരു കാറ്റയച്ചു, ഒരു കിഴക്കൻ കാറ്റയച്ചു. കാറ്റ് പരിശുദ്ധാത്മാവാണ്. ഈ കാറ്റ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ആഗ്രഹിക്കട്ടെ, ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, കൈയടിച്ചേ, സന്തോഷത്തോടെ കൈയടിച്ചേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് പാടി. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കൈകൾ ഉയർത്തി, ആത്മശക്തി കൈകൾ അടിച്ച് ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ അഗ്നിയെ, ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒഴുകി എന്നിൽ ഇന്നു വാ, ഈ സമയം തന്നെ സംഭവിക്കട്ടെ. ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, സകല തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ, പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കുന്നു. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ കർത്താവ് ചൊരിയുന്ന കൃപയാ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ.
പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ